ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് പല്ലിലും മറ്റും അടിഞ്ഞുകൂടുന്ന ഈ പ്ലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഈ അഴുക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നേരത്തെ നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? പല്ല് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാറ്റാനുള്ള ഏകദേശം ഒരു 10ഓളം മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. കാരണം പല ആളുകളുടെയും പല്ലിൽ ഈ ബുദ്ധിമുട്ട് അടിഞ്ഞുകൂടാറുണ്ട്. അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല്ല് പൊടിഞ്ഞു പോകാം, പല്ല് കേടായി പോകാം, പല്ല് ദ്രവിച്ചു പോകാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. ക്യാവിറ്റീസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ മിക്ക ആളുകളിലും, നമുക്ക് എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 നേരം പല്ല് തേക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, രാവിലെയും രാത്രിയും പല്ല് തേക്കുക. പക്ഷേ എത്ര നേരമാണ് നമ്മൾ സാധാരണ പല്ല് തേക്കേണ്ടത്? ഇത് പല ആളുകളുടെയും സംശയമാണ്. നമ്മൾ ആവറേജ് ഒരു പഠനം നടത്തിയപ്പോൾ ആളുകൾ പല്ല് തേക്കുന്നത് 45 സെക്കൻഡ് മാത്രമാണ്. ശരിക്കും പഠനങ്ങൾ പറയുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ പല്ല് തേക്കുമ്പോൾ 2 മിനിറ്റ് പല്ല് തേക്കണമെന്നാണ്. എല്ലാ കോണുകളിലും നമ്മൾ മാറി മാറി പല്ല് തേക്കുകയും ചെയ്യണം. അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ ഒരു ഇറച്ചി കഴിക്കുന്നു, അല്ലെങ്കിൽ നല്ല പല്ലിൻ്റെ ഇടയിൽ കയറാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാവശ്യം പേസ്റ്റ് ഒന്നും ഇല്ലാതെ പോലും നമ്മളൊന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ആഹാരങ്ങൾ നമ്മുടെ പല്ലിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് പല്ലിന് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം പല്ല് തേക്കുന്നത് വളരെ അമർത്തി തേക്കണമെന്നൊന്നുമില്ല, പക്ഷേ എല്ലാ കോണുകളിലും നമ്മൾ തേക്കാം. അത് 2 മിനിറ്റ് തേക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണം. ഇനി ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷാണ് ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് പോലെ തോന്നും. പക്ഷേ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷാണ് സാധാരണ ടൂത്ത് ബ്രഷിനെയും കാട്ടും കുറച്ചും കൂടെ വൃത്തിയാക്കുന്നത്. പക്ഷേ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം എല്ലാ കോണുകളിലും എത്താനായിട്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡെൻ്റൽ ഫ്ലോസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഒരു ചെറിയൊരു ചണം പോലത്തെ സാധനം, അല്ലെങ്കിൽ ഡെൻ്റൽ ഫ്ലോസ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 18 ഇഞ്ച് നീളമുള്ള ഒരു ഡെൻ്റൽ ഫ്ലോസ് കൊണ്ട് നമ്മൾ എല്ലാ പല്ലിൻ്റെ ഇടയ്ക്കും ആക്ച്വലി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും. അത് ഓരോ ആഹാരത്തിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പറ്റുമ്പം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നമുക്ക് പല്ലിൽ അടിഞ്ഞുകൂടുന്ന പ്ലേക്കുകൾ പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയും. പിന്നെ ശ്രമിക്കാൻ പറ്റുന്നത്, കാരണം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ ഈ ആഹാരം കഴിക്കുമ്പോൾ ഈ വായ്ക്കകത്ത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, നമ്മൾ നല്ലോണം കുപ്പിളിച്ച് കഴുകിയാൽ പോലും ഇതിൻ്റെ അകത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ വായ്ക്കകത്ത് നിറച്ച് ബാക്ടീരിയകൾ ഉണ്ട് നോർമലായിട്ട് തന്നെ. അത് വളരെ വേഗത്തിൽ കൂടുതലായിട്ട് പെറ്റുപെരുകയും ക്യാവിറ്റീസ് ഉണ്ടാകുകയും ഡാമേജ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് തടയാനായിട്ടാണ് നമ്മൾ നല്ലവണ്ണം കഴുകുകയും ഇടയ്ക്കൊന്ന് ബ്രഷ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൽ അടിഞ്ഞുകൂടുന്ന പല ഇത്തരത്തിലുള്ള അഴുക്ക് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ എന്താഹാരം കഴിച്ചാലും, അതിപ്പോൾ ഒരു ചായ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആഹാരം കഴിച്ചാലും ഉറപ്പായിട്ടും നല്ലോണം കുപ്പിളിച്ച് തന്നെ കഴുകുക. പറ്റുമെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉരച്ച് പല്ല് തേക്കുന്നത് നല്ലതാണ്. പക്ഷേ നല്ലവണ്ണം ഏതാഹാരം കഴിച്ചാൽ, അതിപ്പം ചിലപ്പോൾ നിങ്ങൾ ഓഫീസിലിരിക്കുമായിരിക്കും, പെട്ടെന്നൊരു ഒരു ലഡുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങൾക്കൊരു മുട്ടായിയോ വല്ലതും തരുമായിരിക്കും. അത് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് പാടില്ല. ഉടനെ തന്നെ നമ്മൾ വായൊന്ന് നല്ലോണം കുപ്പിളിച്ച് കഴുകണം. കാരണം ആ മധുരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മധുരത്തിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയ വരികയും പല്ലിന് ഡാമേജ് ഉണ്ടാവും. ചിലപ്പോൾ ഉടനെ ഉണ്ടാവില്ല, 1 വർഷം 2 വർഷം കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ശക്തമായ പല്ലുവേദനയും, നിങ്ങൾക്ക് ആ പല്ല് നോക്കുമ്പോൾ പല്ല് മൊത്തം ദ്രവിച്ച് പോയി കാണും. അപ്പം അതുകൊണ്ട് ഏതാഹാരം കഴിച്ചാലും നല്ലോണം കുപ്പിളിച്ച് കഴുകാനായിട്ട് ശ്രമിക്കുക. അമിതമായ മധുര ഉപയോഗം പല്ലിന് നല്ലതല്ല. സോഡ പോലുള്ള സാധനങ്ങൾ, കൊക്കോകോള, പെപ്സി പോലുള്ളതും പല്ലിന് നല്ലതല്ല. പിന്നെ ഉള്ളത് സ്മോക്കിങ്ങും പല്ല് കേടാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അമിതമായി സ്മോക്ക് ചെയ്താലും പ്രശ്നമാണ്. നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ കഴുകുകയും പറ്റുമെങ്കിൽ ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പല്ലിൽ നമ്മൾ പ്ലേക്കുകൾ ഒത്തിരി അടിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു നാച്ചുറലായിട്ടുള്ള പല ആളുകളും പരീക്ഷിക്കുന്ന ഒരു മാർഗ്ഗമാണ്, നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗം. അതിന് പറയുന്നത് ഒരു 9 ടീസ്പൂൺ അലോവേറ ജെല്ലെടുക്കുക, അതിനോടൊപ്പം ഒരു 4 ടീസ്പൂൺ ഗ്ലിസറിൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക, ഒരു 4-5 ഡ്രോപ്സ് നാരങ്ങ നീര് ആഡ് ചെയ്യുക, ഒരു 3-4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക, ഒരു കപ്പ് വെള്ളം എടുക്കുക. ഇത് നല്ലോണം ഒരു കുഴമ്പ് രൂപത്തിലാക്കുക, അല്ലെങ്കിൽ കുഴമ്പെല്ലാം നല്ലോണം കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുപ്പിളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വായി ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുപ്പിളിച്ച് കഴുകുക. ഇറക്കരുത്. ഈ പറഞ്ഞതുപോലെ വായ്ക്കകത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം കുപ്പിളിച്ച് കഴുകുക. എന്നിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിഞ്ഞു കിടക്കുന്ന പ്ലേക്കുകൾ പോലും അതായത് ഉടനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത ഒരു മാസത്തിന് കുറേ നാൾ കഴിഞ്ഞാൽ അത് കട്ടിയാവും. കാരണം പല്ല് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ 1 ദിവസമോ 2 ദിവസവും കൊണ്ട് ഉണ്ടാവുന്നതല്ല, അതൊരു 2-3 വർഷം കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ ആദ്യത്തെ
1 മാസം 2 മാസം ഉള്ള പ്രശ്നങ്ങളെല്ലാം ഈ രീതിയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകിയാൽ അത് പൂർണ്ണമായിട്ടും അത് വായിക്കാത്ത നിന്ന് പോകും. ഓരോ ദിവസവും അടിയാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു 7-8 കാര്യങ്ങൾ. അത് പ്രധാനമായിട്ടും നമ്മൾ പല്ല് വൃത്തിയാക്കാൻ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് പല്ലിന് നല്ലതാണ്. ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. പിന്നെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ്, പല്ലിന് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡെൻറ്റിസ്റ്റിനെ കാണുക. ഇപ്പോൾ പ്രത്യേകിച്ചും പല്ലിനിങ്ങനെ അടിഞ്ഞ് പ്ലേക്ക് ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് പല്ലിന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിന് മുമ്പ് തന്നെ നമുക്ക് വരാതെ നോക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വായിക്കകത്ത് ഹോൾഡ് ചെയ്ത് അത് ക്ലീൻ ചെയ്യുന്ന കാര്യവും വ്യക്തമായി പറഞ്ഞു. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം ആളുകളുടെ ഒരു സംശയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജുകൾ വരാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൽ ഡെൻ്റൽ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.